എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു ഹാൻഡ് സാനിറ്റൈസറാണ് ഉണ്ടാക്കുന്നത്. ലോകമെങ്ങും കൊറോണ ഭീതി നേരിടുന്ന ഈ സമയത്ത് നമുക്ക് വളരെയധികം അത്യാവശ്യമുള്ള 2 സാധനങ്ങളാണ് സാനിറ്റൈസറും മാസ്കും. ഇടവിട്ട് നമ്മൾ കൈകൾ കഴുകുന്നതോടൊപ്പം തന്നെ സാനിറ്റൈസർ കൂടി യൂസ് ചെയ്യുന്നത് വളരെ നിർബന്ധമാണ്. ഇപ്പോൾ സ്റ്റോറുകളിലൊന്നും തന്നെ ഈ ഒരു സാനിറ്റൈസർ ലഭ്യമല്ല. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതെങ്ങനെയാണ് കറക്റ്റ് പ്രൊപ്പോർഷനിൽ റെഡിയാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ പ്രൊപ്പോർഷൻ കറക്റ്റായിട്ടില്ലെങ്കിൽ ഒരിക്കലും വൈറസിനെ നശിപ്പിക്കാൻ ഇതിന് കഴിയില്ല. അതുകൊണ്ട് പ്രൊപ്പോർഷൻ കറക്റ്റായിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയൊരു ബോട്ടിൽ സാനിറ്റൈസറിന് നല്ല റേറ്റാണ്. അപ്പോൾ നമുക്ക് 1/2 ലിറ്ററിൻ്റെ ഒരു റബ്ബിങ് ആൽക്കഹോളിന് ഏകദേശം ഒരു 100 മണീസിനകത്ത് ആകത്തുള്ളൂ. അപ്പോൾ ആ ഒരു ആൽക്കഹോൾ വാങ്ങാന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് സാനിറ്റൈസർ നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇതിനായിട്ട് ഒരു അലോവേര ജെല്ല് വേണം. അലോവേര ജെല്ല് നമുക്ക് വീട്ടിലുള്ള കറ്റാർവാഴയിൽ നിന്ന് തന്നെ എടുക്കാവുന്നതാണ്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു മിക്സിനകത്തോട്ട് നമ്മൾ ആ ഒരു കറ്റാർവാഴ ജ്യൂസ് ആക്കുന്ന സമയത്ത് അതിനകത്ത് അഗർ കൂടി ചേർത്തിട്ട് വേണം ജെല്ലാക്കിയിട്ട് എടുക്കാൻ. ഇന്ന് ഞാൻ ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. നാച്ചുറലായിട്ട് വീട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ബെറ്റർ. അതുപോലെ ഒരു ഐസോപ്രോപ്പൈൽ റബ്ബിംഗ് ആൽക്കഹോൾ കൂടി വേണം. ഈ ആൽക്കഹോള് നല്ലൊരു അണുനാശിനിയാണ്. ഇത് ഇൻഫ്ലേമബിൾ ആയതുകൊണ്ട് നമ്മൾ കിച്ചണിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാതെ പുറത്തെവിടെയെങ്കിലും വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ആൽക്കഹോള് സാധാരണയായിട്ട് ലോഷനുകളിലും കോസ്മെറ്റിക് പ്രോഡക്റ്റുകളിലും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആൽക്കഹോളാണ്. ഇതോടൊപ്പം ഞാൻ റോസ് വാട്ടർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതിന് കറക്റ്റ് പ്രൊപ്പോർഷൻ വേണമെന്ന് പറഞ്ഞില്ലേ, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ അണുക്കൾ നശിക്കില്ല. അതുകൊണ്ട് കറക്റ്റ് പ്രൊപ്പോർഷനിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഒരു മെഷറിംഗ് കപ്പാണ്. ഈ ഒരു മെഷറിംഗ് കപ്പിൽ 3/4 കപ്പ് ആൽക്കഹോളാണ് എടുക്കേണ്ടത്. അതുപോലെ നമ്മൾ എടുക്കുന്ന പാത്രങ്ങളൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ഒരു സ്പിരിറ്റ് ഒന്ന് അളന്ന് ഈ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം നമുക്ക് 1/4 കപ്പ് അലോവേര ജെൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ അലോവേര ജെല്ല് നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാനിറ്റൈസർ ഹാൻഡിന് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈക്ക് നല്ല ഒരു സോഫ്റ്റ്നെസ് കൂടി കിട്ടും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ജെല്ലൊക്കെ ഒന്ന് ഉടഞ്ഞ് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കണം. കുറച്ച് സമയം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ജെല്ലി ആയിട്ടിരിക്കില്ല, കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും. എന്നാൽ ഒരു ജെല്ലി ഒരു ഫോമും ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം റോസ് വാട്ടർ ഒരു 2 ഡ്രോപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് തികച്ചും ഓപ്ഷനിലാണ്. ഇത് നിർബന്ധമില്ല. ഇത് ഉപയോഗിക്കാതെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഇതിനകത്ത് റോസ് വാട്ടറിൻ്റെ ഒരു സ്മെല്ല് കൂടി ഒന്ന് കിട്ടും, അത്രേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ 2 ഡ്രോപ്പും കൂടി ഒഴിച്ചു. ഇപ്പം നമ്മളുടെ സാനിറ്റൈസർ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്കിപ്പോൾ സ്റ്റോറുകളിലൊന്നും അവൈലബിൾ അല്ലാത്ത സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാവുന്നതാണ്. സ്പിരിറ്റ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് വാങ്ങാനായിട്ട് സ്പിരിറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ അലോവേര ജെല്ല് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു വൃത്തിയുള്ളൊരു ചോർപ്പ് വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയ ബോട്ടിലേക്ക് ഈ സാനിറ്റൈസറിനെ ഒട്ടും തന്നെ പുറത്ത് പോകാതെ ഒഴിച്ചു കൊടുക്കാം. ചെറിയ ബോട്ടിൽസിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ബാഗിലോ അല്ലെങ്കിൽ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനും സൗകര്യമായിരിക്കും. സാനിറ്റൈസർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഈ കൊറോണയുടെ ടൈം ആയതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ നമുക്ക് രോഗബാധിതയൊക്കെ പെട്ടെന്ന് ഉണ്ടാവാതിരിക്കാനായിട്ട് ഒക്കെ ഈ ഒരു സാനിറ്റൈസർ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ ടോയ്ലറ്റിൽ പോയതിന് ശേഷവും അതുപോലെ തുമ്മുമ്പോഴും ചുമയ്ക്കുന്നതൊക്കെ ടൈമിലൊക്കെ നമ്മൾ ഇടയ്ക്ക് സാനിറ്റൈസർ കയ്യിൽ ഉപയോഗിക്കുക. അതുപോലെ പുറത്തൊക്കെ പബ്ലിക്കിലൊക്കെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു ടൈമിൽ ഈ ഒരു സാനിറ്റൈസർ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കയ്യിൽ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കണം. കുട്ടികളെ നമ്മൾ ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ശീലിപ്പിച്ചെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾ എപ്പോഴും പുറത്തൊക്കെ പോയിട്ട് എല്ലായിടത്തും ടച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇതൊന്ന് സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കണം. നമ്മുടെ കയ്യിലേക്ക് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഒഴിച്ചതിന് ശേഷം ഒരു 30 മുതൽ 60 സെക്കൻഡ് വരെ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കൈവിരലുകളൊക്കെ ഇടയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.